സ്കൂളൊക്കെ തുറന്നിട്ട് ഇപ്പോൾ 2 ആഴ്ചയാവാൻ പോകുന്നു അല്ലേ? അപ്പോൾ എല്ലാവരും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പം നമുക്ക് അത്യാവശ്യമായി വേണ്ട ഒരു ഐറ്റമാണ് ഒരു പ്ലാനർ. അപ്പം നമ്മൾ ഇന്നൊരു വീക്ക്ലി പ്ലാനറാണ് ഉണ്ടാക്കുന്നത്. ഷെഡ്യൂള്, നോട്ട്, ടു ഡു ലിസ്റ്റ് എല്ലാം കൂടി ചേർന്നൊരു അടിപൊളി പ്ലാനർ. ഒരു വൈറ്റ് A4 ഷീറ്റ് മാത്രമാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കാർഡ്ബോർഡ് ആസ് യൂഷ്വൽ അതൊന്ന് കട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ 4 സൈഡുകളും കട്ട് ചെയ്തെടുത്ത് മൊത്തത്തിൽ ഒന്ന് പശ വെച്ച് നന്നായിട്ട് സെക്യൂർ ചെയ്യുക. നെക്സ്റ്റ് നമുക്കതിൽ എന്തൊക്കെ എഴുതണം അതിൻ്റെ ഒരു ബോർഡർ വരയ്ക്കലാണ് പരിപാടി. ആദ്യം ഞാൻ പെൻസിൽ വെച്ചിട്ട് ഒരു ഔട്ടർ ലൈൻ കൊടുത്തു. എന്നിട്ട് അതിന് കുറച്ച് ഭംഗിയാക്കണമല്ലോ. സ്റ്റിക്കേഴ്സ് ഒന്നും വെക്കാൻ എനിക്ക് തോന്നിയില്ല, എനിക്ക് കുറച്ച് ഡ്രോയിങ് ചെയ്യാനാണ് തോന്നിയത്. അപ്പം ഞാനൊരു കുഞ്ഞി ക്യാറ്റിനെയും കുറച്ച് ഫ്ലവേഴ്സ് ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് പെൻസിൽ വെച്ച് വരച്ചു. നെക്സ്റ്റ് ഞാനൊരു ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ. വരയ്ക്കാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വെച്ചൊന്ന് വൃത്തിയാക്കിയാൽ മതി. എനിക്ക് വരയ്ക്കാൻ അങ്ങ് തോന്നി, ഞാൻ കുറച്ച് വരച്ചു, അത്രേ ഉള്ളൂ. ഞാൻ ഈ വീക്ക്ലി പ്ലാനർ ഉണ്ടാക്കുന്നത് തന്നെ എൻ്റെ മനസ്സിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കണം. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഇതങ്ങ് മായ്ച്ച് കളയാൻ പറ്റണം. അപ്പം നമുക്ക് ഓരോ വീക്കും നമുക്ക് ഓരോ തരത്തിലായിരിക്കുമല്ലോ. എല്ലാ ദിവസവും ഒരുപോലെ ആയിക്കോണമെന്നില്ല. ചിലപ്പോൾ ഇന്ന് പഠിക്കാൻ തോന്നുന്ന സമയത്തായിരിക്കില്ല അടുത്ത ആഴ്ച പഠിക്കാൻ തോന്നുന്നത്. ചിലപോലെ ഫങ്ഷൻസും വരും. അപ്പം നമുക്ക് ഇത് ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് വേറൊരു ഷെഡ്യൂൾ നമുക്ക് എഴുതാൻ പറ്റുന്ന തരത്തിലാണ് ഞാൻ ഇതുണ്ടാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സെല്ലോ ടൈപ്പ് ഇതിന് മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫൈനൽ ലുക്ക് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കുറേ സ്റ്റിക്കേഴ്സ് വയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നേ. ആദ്യം ഞാൻ ഫ്ലവേഴ്സിന് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പിങ്കിഷ് കളർ കൊടുക്കാമെന്ന്. പിന്നെ വേണ്ട, ലൈറ്റ് പേർപ്പിൾ കളറായിരിക്കും കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നുക വിചാരിച്ചിട്ട് അത് കൊടുത്തു. നിങ്ങളൊരു ക്യാറ്റ് ലവറൊക്കെ ആണെങ്കിൽ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. കാരണം ഞാനൊരു കുഞ്ഞി ക്യാറ്റിനെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിനൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഞാൻ കൊടുത്തത്. അപ്പം നമ്മുടെ ഫൈനൽ പരിപാടിയായിട്ട് നമുക്കതിൽ എഴുതാനുള്ളതൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക. ഞാൻ വീക്ക്ലി പ്ലാൻ ഒന്ന് എഴുതി, ഷെഡ്യൂള്, നോട്ട്, ടു ഡു ലിസ്റ്റ് ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചു. ഫൈനൽ പരിപാടിയായിട്ട് ചെയ്യേണ്ടത് നമുക്കതിലൊന്ന് സെല്ലോ ടാപ്പ് വെച്ചിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കണം. നിങ്ങളത് ഒട്ടിക്കുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിക്കണം. എൻ്റെ കയ്യിൽ ആദ്യം ഒന്ന് പണി പാളിയതാണ്. നമുക്കത് ഒട്ടിക്കഴിഞ്ഞ് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ പേപ്പറോടൊക്കെ പറഞ്ഞു വരും. പിന്നെ അതുവരെ പണിയെടുത്തതെല്ലാം വെറുതെ ആവും. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചും കണ്ടും മെല്ലെ കവർ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ എന്തെങ്കിലും വല്ല ATM കാർഡ് എന്തെങ്കിലും വെച്ചിട്ട് ഒന്നിങ്ങനെ സ്വൈപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല വൃത്തിയിൽ നീറ്റായിട്ട് കിട്ടും. അപ്പം നമ്മുടെ വീക്ക്ലി പ്ലാനർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്താ പതിവ് പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മളൊരു ഗിവ് അവേ പോലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗിവ് അവേ ഒന്നുമല്ല, ഒരു സ്നേഹ സമ്മാനം. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അതുകൂടെ കയറി കാണുക. അപ്പോൾ ഓക്കെ, ബൈ.